എൻ്റെ പേര് നിയ. ഞാൻ +1 +2 പഠിച്ചത് ചാവറ CMI പബ്ലിക് സ്കൂൾ പാലയിലാണ്. ഞാൻ വരുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. ഞാൻ വീട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇത്രയും ദൂരത്ത് മാറി നിന്ന് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്ത സബ്ജക്റ്റ് സയൻസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഞാൻ പഠിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എന്നും വിളിച്ച് കരയുമായിരുന്നു വീട്ടിൽ. എനിക്ക് ഹോസ്റ്റലിൽ നിന്ന് ആഴ്ചയിൽ 2 ദിവസം വീട്ടിലോട്ട് വിളിക്കാൻ സമ്മതിക്കത്തുള്ളൂ. അപ്പം അത് അരമണിക്കൂർ. അപ്പോൾ അരമണിക്കൂർ ഞാൻ വിളിക്കുമ്പോഴും അമ്മയെ വിളിച്ച് കരച്ചില്ല, എന്നും ഇങ്ങനെ പാടാ, ബുദ്ധിമുട്ടാ, പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അമ്മ ഒരു ഡിസംബർ മാസത്തിലാണ് എൽറോഹയെക്കുറിച്ച് അറിയാൻ തുടങ്ങിയത്. അപ്പം ഒരു ജനുവരിയൊക്കെ ആയപ്പോൾ ഞാൻ അപ്പോഴും നിൽക്കുന്നില്ല. ഫെബ്രുവരി എനിക്ക് എക്സാമാണ്. ഞാൻ അപ്പോഴും കരച്ചിലൊക്കെയാണ്. അപ്പം എന്നോട് അമ്മ പറഞ്ഞു വന്നാൽ നീ ഒരു കാര്യം ചെയ്യും, എനിക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കത്തില്ല ഹോസ്റ്റലിൽ. അപ്പം എൻ്റെ വാർഡൻ സിസ്റ്റർ, അപ്പോൾ പുള്ളിക്കാരൻ്റെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ട്. അപ്പം സിസ്റ്ററിനോട് ചോദിച്ച് ഒരു അരമണിക്കൂറിൽ 15 മിനിറ്റ് നീ ഇതിനായിട്ട് മാറ്റി വെക്കാൻ പറഞ്ഞു, ജപമാല കാണാനായിട്ട്. അങ്ങനെ അമ്മ പറഞ്ഞ് കേട്ട് ഞാൻ ആഴ്ചയിൽ 2 ദിവസം 15 മിനിറ്റ് എന്നും ഇരുന്ന് കാണുമായിരുന്നു അത്ഭുത ജപമാല. അപ്പം ജനുവരി ആദ്യ മാസത്തിൽ ചൊവ്വാഴ്ച തന്നെ അച്ഛൻ എൻ്റെ പേര് വിളിച്ചു പറഞ്ഞു, നീയോട് തുറന്ന കുമ്പസാരം നടത്താൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത് കേട്ടപാടെ പിറ്റേ ദിവസം തന്നെ എൻ്റെ ഹോസ്റ്റലിൽ ഫ്രണ്ടിൽ തന്നെയുള്ളൊരു ചാപ്പലുണ്ട്, അവിടെ പോയി ഞാൻ എല്ലാം തുറന്നു പറഞ്ഞ് കുമ്പസാരിച്ചു. അങ്ങനെ പിറ്റേ ആഴ്ചയപ്പോൾ അച്ഛൻ പിന്നെ പറഞ്ഞു, നീ എന്ന കുട്ടിക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പിന്നെ അന്നോട്ട് എന്നും ബന്ധന പ്രാർത്ഥന ചെല്ലുമായിരുന്നു. അങ്ങനെ പരീക്ഷയ്ക്ക് പോകുമ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നവരെ ഞാൻ എന്നും ചെല്ലും. അപ്പം വരെ ചെല്ലിക്കൊണ്ടിരിക്കും ബന്ധന പ്രാർത്ഥന. അങ്ങനെ എക്സാം കഴിഞ്ഞു, റിസൾട്ടൊക്കെ വന്നപ്പോൾ എന്നെപ്പോൾ ഞെട്ടിച്ചുകൊണ്ട് എനിക്ക് 95.2% വിത്ത് എല്ലാ സബ്ജക്റ്റിലും ഫുൾ A. അതുപോലെ ഞാൻ കഴിഞ്ഞ മാസം ഞാൻ ഓസ്ട്രേലിയക്ക് പോകും. അപ്പോൾ എനിക്ക് വിസയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു 5-10 മാസമൊക്കെ എടുക്കുന്നുണ്ട്, കുറേ പേർക്ക് ഭയങ്കര ഡിലേ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു, ഇത് വരുമോ എന്ന് ഓർത്തിട്ട്. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഈശോയോട്, എനിക്ക് ഈ ഡിസംബർ 15-നുള്ളിൽ തരുവാണെങ്കിൽ ഞാൻ എന്തായാലും ഇവിടുന്ന് സാക്ഷ്യപ്പെടുത്തുമെന്ന് പറഞ്ഞു. കൃത്യം ഡിസംബർ 15-ന് എനിക്ക് വിസ വരികയും ചെയ്തു. അതുപോലെ